നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത് ആ ഒരു നമ്മുടെ ലൊക്കാലിറ്റി നമ്മുടെ പ്ലോട്ട് എവിടെയാണ് അത് കാണും. അതിനുശേഷം നമ്മൾ ഡ്രോ എന്നുള്ള കമാൻഡ് ഒന്ന് എൻ്റർ ചെയ്യാം. ഡ്രോ എന്നുള്ള കമാൻഡ് എൻ്റർ ചെയ്യുന്നു. അപ്പോൾ ഈ രീതിയിൽ വരും നമ്മളുടെ കരുത് കാണാം ഇവിടെ. അപ്പോൾ നമ്മൾ ആദ്യം ഇത് എവിടെയാണ് നമുക്ക് പോയിൻ്റ് വേണ്ടത്, നമുക്കവിടെ ആ പോയിൻ്റ് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ പോയി ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ വെച്ചു. അതിനുശേഷം ഒരു പ്രാവശ്യം സ്ക്രീൻ എൻ്റർ കൊടുക്കുന്നു. അപ്പോൾ ആദ്യത്തെ പോയിൻ്റ് വന്നു. ഇനി രണ്ടാമത്തെ പോയിൻ്റ് ഞാൻ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. രണ്ടാമത്തെ പോയിൻ്റ് അതേപോലെ സ്ക്രീൻ എൻ്റർ ചെയ്യുന്നു, ടച്ച് ചെയ്യുന്നു. അപ്പോൾ സ്ക്രീൻ ടച്ച് ചെയ്യുമ്പോൾ രണ്ടാമത്തെ പോയിൻ്റ് ആയി. അതിന് മൂന്നാമത്തെ പോയിന്റിലേക്ക് ഞാൻ കൊണ്ടുവന്നു. അതിനുശേഷം സ്ക്രീനിലേക്ക് ടച്ച് കൊടുക്കുന്നു, മൂന്നാമത്തെ പോയിൻ്റ് ആയി. അതിനുശേഷം നാലാമത്തെ പോയിൻ്റ്. അപ്പോൾ നമുക്ക് ഇറഗുലർ ആണെങ്കിൽ അതിനനുസരിച്ച് മാറ്റാം. ഞാനിപ്പോൾ 4 പോയിൻ്റ് ഇതിൽ കാണിക്കുന്നുള്ളൂ. ടച്ച് കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ ഡൺ എന്നുള്ള എൻ്റർ ചെയ്യുന്നു. അപ്പോഴേക്ക് നമ്മളുടെ നെയിം കാണിക്കും, നമ്മളുടെ പ്രോപ്പർട്ടിയുടെ ആളുടെ പേര് എന്താണെങ്കിലും കൊടുക്കാം. അതിനുശേഷം ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്, നമ്മളുടെ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എത്രയാണെന്ന്. പ്രപ്പോസലുള്ള കേസ് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഇത് കൊടുക്കാം. എക്സിസ്റ്റിംഗ് ഉള്ള കേസ് ആണെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കാം. നമ്മൾ ഒരു ഹൈറ്റ് കൊടുക്കുന്നതിന് 7 മീറ്റർ. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. 7 പോയിൻറ്റ് മുകളിലാണെങ്കിൽ 7.0, 7.10 അങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഞാനിപ്പോൾ 7 കൊടുത്തു. അതിനുശേഷം ഞാൻ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കാണാം വ്യൂ റിപ്പോർട്ട്. നമ്മൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പേഴ്സണൽ ഡീറ്റെയിൽ നമ്മൾ എന്താണ് കൊടുത്തിട്ടുള്ളത് പേഴ്സണൽ ഡീറ്റെയിൽ ആയിട്ട് വരാം. അതിനുശേഷം ഡിസ്ട്രിക്റ്റ്, അതുപോലെ തന്നെ താലൂക്ക്, വില്ലേജ്, ലോക്കൽ ബോഡി ഏതാണ് അത് കാണിക്കും. അത് പ്രപ്പോസലായിട്ട് നമ്മൾ എത്രയാണ് കൊടുത്തത്, അതായത് പ്ലോട്ട് ഏരിയ കാണിക്കും. അതുപോലെ തന്നെ ഇവിടെ കോസ്റ്റൽ റെഗുലേഷൻ നോട്ട് ഇൻ്റർസെക്റ്റിംഗ് CR ഡിസ്റ്റൻസ് ഹൈറ്റ് ലൈന് 108.31 എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എയർപോർട്ട് സോണാണോ അല്ല, അതുപോലെ തന്നെ എയർപോർട്ട് സോൺ കളർ, അങ്ങനെ ഒരുപാടുണ്ട്. മാക്സിമം പെർമിസിബിൾ ഹൈറ്റ് 250 വരെ പോവാം. പിന്നെ ഡിസ്റ്റൻസ് ഫ്രം ദ റെയിൽവേ 43.52. അതുപോലെ തന്നെ താഴെ അത് കാണാൻ ലാൻഡ് സ്ലൈഡ് ഏരിയ ആണെങ്കിൽ, അതുപോലെ തന്നെ ഇലക്ട്രിക് ഹൈ ടെൻഷൻ ലൈൻ ഉണ്ടെങ്കിൽ അത് കാണാം. നമുക്കിത് വേണം പ്രിൻ്റ് വേണമെങ്കിൽ പ്രിൻ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് എവിടെ വേണമെങ്കിൽ ഷെയർ വാട്സപ്പ് ഷെയർ ചെയ്യുക, എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഇത്രയാണ് നമ്മളുടെ നോ യുവർ ലാൻഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു പ്ലോട്ടിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ളതാണ്.